നമ്മുടെ ട്രിവാൻഡ്രത്തിന്റെ ഏറ്റവും നല്ല വ്യൂ പോയിന്റിൽ ഇരുന്നുകൊണ്ടാണ് ഇന്നത്തെ നോമ്പുതറ. അപ്പോൾ നോമ്പുതറ വിശേഷങ്ങളായാലോ. കയ്യിൽ മിൽക്ക് സർബത്തിന്റെ കുപ്പിയും കൊണ്ട് പോകുന്ന ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ്. കൂടെ നോമ്പുതറ കളറാക്കാൻ നമ്മുടെ ചങ്ങായിമാരും. അപ്പൊ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളുമായി ഞങ്ങൾ നേരെ സ്പോട്ടിലേക്ക് വെച്ച് നടക്കുവാണ്. ഈ കടൽ തീരത്തൂടെ നടന്നു വേണം ആ സ്പോട്ടിലോട്ട് എത്താനായിട്ട്. ഈ പാറപ്പുറവും കൂടെ വലിഞ്ഞു കയറിയാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സുന്ദരമായ സ്ഥലത്തേക്ക് എത്തുള്ളൂ. നോമ്പും പിടിച്ച് ഇത് വലിഞ്ഞു കയറുന്നത് അത്ര നിസ്സാര കാര്യമല്ല. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള ഈ വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ഒരു അതിമനോഹരമായ കാഴ്ചയാണ് നമ്മളെ കാത്ത് അവിടെ ഇരിക്കുന്നത്. നേരെ നോക്കി കഴിഞ്ഞാൽ കാണുന്നത് ലൈറ്റ് ഹൗസ് ആണ്. ഇനി കുറച്ച് ഒരുക്കങ്ങളാണ്. അപ്പൊ നമുക്ക് ആദ്യം ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് കഴുകിയെടുത്ത് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന പണി ഞാനങ്ങ് ഏറ്റെടുത്തു. ബാക്കിയുള്ള ഒരുക്കങ്ങൾ അവിടെ തകൃതിയായി നടക്കുകയാണ്. കുറച്ച് വൈകിയെങ്കിലും സമയത്ത് തന്നെ നമ്മുടെ ഇസ്മായിലൊക്കെ എത്തിയിട്ടുണ്ട്. സൂര്യന്റെ അസ്തമിക്കാറായി. ബാങ്ക് വിളിക്കാനുള്ള ടൈം ഏകദേശം ആയി തുടങ്ങി. നമ്മളപ്പോൾ ഫുഡുകളൊക്കെ എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പടച്ചോന്റെ അനുഗ്രഹങ്ങൾ നേരിട്ട് ഈ ഒരു വൈബിലിരുന്ന് കണ്ടുകൊണ്ട് നോമ്പ് തുറക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അപ്പൊ എന്തായാലും ബാങ്ക് കൊടുത്തു, നമുക്ക് നോമ്പ് തുറക്കാം. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന കട്ട് ഫ്രൂട്ട്സും ജ്യൂസും എല്ലാം ഓരോന്നായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഹബീബിന്റെ വക നല്ല അടിപൊളി ബിരിയാണിയും 65 ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ട്രിവാൻഡ്രം വെമ്പാലോട്ടത്തുള്ള ഹബീബിന്റെ സ്വന്തം ഗ്രാൻഡിയോസ് ബിരിയാണിയിൽ നിന്നാണ് ബിരിയാണി എത്തിയിട്ടുള്ളത്. അപ്പൊ പിന്നെ ബിരിയാണിയുടെ മുഞ്ച് പറയണ്ടല്ലോ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കുന്നും മലയൊക്കെ ഇറങ്ങി നമ്മൾ നേരെ വിഴിഞ്ഞം പള്ളിയിലേക്ക്. ഇവിടെ നിന്ന് മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഇനി നമുക്ക് പിരിയാം.